നമസ്കാരം. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള ആക്ട് ആൻഡ് റൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഏരിയയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും. എന്നാൽ ഏകദേശ ആക്ട് ആൻഡ് റൂളിനെ പറ്റി ധാരണകൾ ഉള്ളവർക്ക് അതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെയും ഈ ക്ലാസ്സിനെ കാണാം. അപ്പോൾ ക്ലാസിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും ശ്രദ്ധാപൂർവം കാണുക. അവസാനം നിങ്ങൾക്കായിട്ട് ഒരു 15 ചോദ്യങ്ങൾ ഞാൻ കരുതിയിട്ടുണ്ട്. ആ 15 ചോദ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നു. ശേഷം അതിലുള്ള മാർക്ക് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? സഹകരണ നിയമത്തിലെ സഹകരണ നിയമം ഏതൊരു കോപ്പറേറ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം എടുത്തു നോക്കിയാലും അതിനകത്ത് ആക്ട് ആൻഡ് റൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആക്ട് ആൻഡ് റൂളിലോട്ട് വരുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. ഓക്കെ ആണല്ലോ? സഹകരണ നിയമം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂള് 1969. സഹകരണ നിയമം ഏത് വർഷമാണ്? 1969 നിയമമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ ആക്ടും റൂളും, അതാണ് ആദ്യം നമ്മൾ വ്യത്യാസം പറയുന്നത്. ആക്ടും റൂളും. എന്താണ് ആക്ട്? നിയമം അല്ലെ? നിയമം ഉണ്ടാക്കുന്നത്, ആക്ട് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഓക്കെ ആണല്ലോ? ആക്ട് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. എന്നാൽ റൂള് ഫ്രെയിം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ ആണല്ലോ? ആക്ട് ഫ്രെയിം ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും റൂള് ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റുമാണ്. ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കണം എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കൊടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റൂളിലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ കേരളത്തിലെ സഹകരണ നിയമത്തെ പറ്റിയുള്ള അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നോക്കുക, സഹകരണ നിയമം. അതിൽ ഈ ഒരു ഡേറ്റ് വിത്ത് വർഷം, ഡേറ്റും വർഷവും ഓർത്തു വെക്കേണ്ടതാണ്. സഹകരണ നിയമം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 15/5/1969. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് സെറ്റ് ആവണം. ഓക്കെ ആണല്ലോ? അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 15/5/1969. ഓക്കെ ആണല്ലോ? അപ്പോൾ സഹകരണ നിയമം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് ആകെ എത്ര സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര സെക്ഷനുകളുണ്ട്? 110 സെക്ഷനുകളാണുള്ളത്. ഓക്കെ ആണല്ലോ? KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാ നിലവിൽ വന്നത്? 15/5/1969. ആകെ എത്ര സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര സെക്ഷനുകളാണുള്ളത്? 110 സെക്ഷനുകളാണുള്ളത്. അതുപോലെ തന്നെ ആകെ എത്ര ചാപ്റ്ററുകളാണ്? KCS ആക്ടിൽ ആകെ എത്ര ചാപ്റ്ററുകളാണെന്ന് ചോദിച്ചാൽ എത്ര ചാപ്റ്ററുകളാണ്? 16 ചാപ്റ്ററുകളാണ്. KCS ആക്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആകെ സെക്ഷനുകൾ 110, ആകെ ചാപ്റ്ററുകൾ 16 ചാപ്റ്ററുകൾ. KCS ആക്ട് നിലവിൽ വന്ന എന്നാ ഒന്ന് പറഞ്ഞേ? KCS ആക്ട് നിലവിൽ വന്നത് 15/5/1969. ആരാണ് ആക്ട് ഫ്രെയിം ചെയ്യുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആരാണ് റൂള് ഫ്രെയിം ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. ഓക്കെ ആണല്ലോ? നോക്കാം. സെക്ഷൻ റിലേറ്റഡ് ടു 3 ഷെഡ്യൂള്. സെക്ഷനുമായി ബന്ധപ്പെട്ട് ആകെ എത്ര പട്ടിക ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 3 ഷെഡ്യൂളുകളാണുള്ളത്. ആക്ടുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ഷെഡ്യൂളുകൾ. ഓർത്തു വെച്ചോണേ, ആക്ടുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ഷെഡ്യൂളുകൾ. ആകെ ഷെഡ്യൂളുകളുടെ എണ്ണം 3 ആണ്. അപ്പോൾ ആകെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 110 സെക്ഷനുകളാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഷെഡ്യൂളുകൾ നമുക്കൊന്ന് നോക്കാം. ആകെ എത്ര ഷെഡ്യൂളുകളാ പറഞ്ഞേ? 3 ഷെഡ്യൂളുകൾ. ഓരോ ഷെഡ്യൂളുകളും മനസ്സിലാക്കി വെക്കണം. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 1-ൽ KCS ആക്ടിലെ ഷെഡ്യൂൾ 1-ൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഷെഡ്യൂൾ 1 എന്തിനെ പറ്റിയാണ് പറയുന്നത്? നോക്കണേ,
ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് റിക്രൂട്ട്മെന്റ് ട്രാൻസ്ഫേർഡ് ടു PSC. PSCക്ക് ഈ പറയുന്ന നിയമനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സൊസൈറ്റീസ് ആണോ കൊടുത്തിട്ടുള്ളത് അതിന്റെ ആ ലിസ്റ്റുകൾ, ആ സൊസൈറ്റീസിന്റെ ലിസ്റ്റുകളെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഷെഡ്യൂളാണ് എന്നു പറയുന്നത് ഷെഡ്യൂൾ 1. അപ്പോൾ PSC വഴി നിയമനം നടത്തുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയൊക്കെ ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ് എന്തെന്ന് പറയുന്നത് ഷെഡ്യൂൾ 1. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഷെഡ്യൂൾ 2 ഒന്ന് നോക്കണേ. ഷെഡ്യൂൾ 2 എന്താണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ 2 എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ആകെ എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആകെ എത്ര എണ്ണം ഉണ്ട് ഒന്ന് പറഞ്ഞേ. ആകെ എത്ര കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്? 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് KCS ആക്ടിലെ ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഷെഡ്യൂൾ 1 ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് റിക്രൂട്ട്മെന്റ് ട്രാൻസ്ഫേർഡ് ടു PSC ആണെങ്കിൽ ഷെഡ്യൂൾ 2 എന്തിനെ പറ്റിയാണ് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സെക്ഷൻ 2E(CCC) ആണ്. CCC മറന്നുപോകല്ലേ. ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 2E(CCC) 3C. സെക്ഷൻ 2E(CCC) ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോയാലോ? നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ഷെഡ്യൂളിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? KCS ആക്ടിലെ ഷെഡ്യൂൾ 2 ഓക്കെ ആണല്ലോ. ആ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം മത്സര പരീക്ഷകൾ PSC എക്സാം ആയിക്കോട്ടെ, CSEB എക്സാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്പർ പ്രകാരം ഇത്രാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതാണ്, മൂന്നാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതാണ്, അഞ്ചാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് പഠിക്കണം? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കുക, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1 എന്തെന്ന് പറയുന്നത്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ രണ്ടാമത്തത് എന്താണ്? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. മൂന്നാമത്തത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. നാലാമത്തത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അഞ്ചാമത്തത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻസ്. ആറാമത്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഏഴാമത്തത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അവസാനത്തെ അല്ലെങ്കിൽ 7ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. അങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മെൻഷൻ ചെയ്യുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഷെഡ്യൂൾ 2. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നോക്കണേ, അടുത്തത് ഷെഡ്യൂൾ 3. നോക്കണേ, ആകെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 3 ഷെഡ്യൂളുകളാണുള്ളത്. ഷെഡ്യൂൾ 1 ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് റിക്രൂട്ട്മെന്റ് ട്രാൻസ്ഫേർഡ് ടു PSC ആണെങ്കിൽ, ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ, ഷെഡ്യൂൾ 3 എന്താണ്? ലിമിറ്റേഷൻ പീരീഡ് ആണ്. ഷെഡ്യൂൾ 3 എന്തിനെ പറ്റി പറയുന്നു? ലിമിറ്റേഷൻ പീരീഡിനെ പറ്റി പറയുന്നു. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തോട്ട് പോകാലോ. റൂളിനെ പറ്റി അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളാണ് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണം. അവസാനം 15 ചോദ്യങ്ങൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. ആ 15ൽ എത്ര മാർക്ക് കിട്ടി എന്ന് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നോക്കണേ, റൂൾസ്. സഹകരണ നിയമം അഥവാ KCS ആക്ട് നിലവിൽ വന്നത് എന്നാണെന്ന് അറിയാം. 15/5/1969. അറിയാലോ, 15/5/1969. എന്നാൽ റൂള് നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 14/7/1969. പഠിച്ചു വെച്ചോണം. KCS റൂള് നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 14/7/1969. നോക്കണേ, ടോട്ടൽ റൂൾസ് എത്ര എണ്ണമുണ്ട്? 201 റൂൾസ് ആണുള്ളത്. KCS ആക്ടിൽ ആകെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്?
ആകെ സെക്ഷനുകൾ 110 സെക്ഷനുകളാണുള്ളത്. എന്നാൽ റൂളുകളുടെ എണ്ണം എത്രയാണ്? 201 റൂളാണ്. ആകെ റൂളുകളുടെ എണ്ണം 201 റൂളുകളാണ്. ആകെ ചാപ്റ്ററുകൾ എത്രയാണ്? 15 ചാപ്റ്ററുകളാണ്. ആകെ ചാപ്റ്ററുകൾ എത്രയാണ്? 15. KCS ആക്ടിൽ എത്ര ചാപ്റ്ററുകൾ? 16 ചാപ്റ്ററുകൾ. KCS റൂളിൽ എത്ര ചാപ്റ്ററുകൾ? 15 ചാപ്റ്ററുകൾ. ആകെ സെക്ഷനുകൾ 110. ആകെ റൂളുകൾ 201. ആക്ട് നിലവിൽ വന്നത് 15/5/1969. റൂള് നിലവിൽ വന്നത് 14/7/1969. ആക്ട് ഫ്രെയിം ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി, റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ്. ഓക്കെ ആണല്ലോ? ആക്ടുമായി ബന്ധപ്പെട്ട് 3 ഷെഡ്യൂളുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ? ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു റൂൾ റിലേറ്റഡ് ടു 3 അപ്പൻഡിക്സ്. 3 അപ്പൻഡിക്സ് അനുബന്ധങ്ങൾ. 3 അനുബന്ധങ്ങളാണ് എന്തുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്? റൂളുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ആക്ടുമായി റിലേറ്റ് ചെയ്ത് 3 ഷെഡ്യൂളുകളാണെങ്കിൽ റൂളുമായി റിലേറ്റ് ചെയ്ത് 3 അപ്പൻഡിക്സ് ആണുള്ളത്. ഓക്കെ ആണല്ലോ? ഈ 3 അപ്പൻഡിക്സും അറിഞ്ഞിരിക്കണം. അപ്പൻഡിക്സ് 1 എന്താണ്? Registered to be maintained by State Cooperative Union and Circle Cooperative Union. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകളെ പറ്റി പറയുന്ന അപ്പൻഡിക്സ് ആണ് ഏതെന്ന് പറയുന്നത്? അപ്പൻഡിക്സ് 1. ഓക്കെ ആണല്ലോ? അപ്പൻഡിക്സ് 1 എന്താണ്? Registered to be maintained by State Cooperative Union and Circle Cooperative Union. അടുത്ത നോക്കണേ, അപ്പൻഡിക്സ് 2 എന്തിനെ പറ്റിയാ പറയുന്നത്? വേരിയസ് ഫോംസ്. വേരിയസ് ഫോംസിനെ പറ്റി പറയുന്ന അപ്പൻഡിക്സ് ആണ് അപ്പൻഡിക്സ് 2. ആകെ ഫോംസുകളുടെ എണ്ണം എത്രയാണ്? ആകെ ഫോംസുകൾ 39 എണ്ണമാണ്. ഓർത്തു വെച്ചോണേ, ആകെ ഫോംസുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 39 ഫോംസ്. നമ്മൾ KCS ആക്ട് സെക്ഷനിലോട്ടൊക്കെ ഇറങ്ങി പഠിക്കുമ്പോൾ നമ്മൾ ഈ ഫോംസുകളൊക്കെ എന്താണെന്ന് നമ്മൾ അപ്പോൾ പഠിക്കും. ഓക്കെ ആണല്ലോ? ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കരുതിയാൽ മതി. അപ്പോൾ അപ്പൻഡിക്സ് 1 രജിസ്റ്റേർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൻഡിക്സ് 2 എന്തിനെ പറ്റി പറയുന്നു? വേരിയസ് ഫോംസ്. ആകെ ഫോംസുകളുടെ എണ്ണം എത്രയാണ്? 39 ഫോംസ് ആണ്. അടുത്തത് അപ്പൻഡിക്സ് 3 എന്തിനെ പറ്റി പറയുന്നു? സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ സ്റ്റാഫ് പാറ്റേണിനെ പറ്റി പറയുന്ന അപ്പൻഡിക്സ് ആണ് ഏത്? അപ്പൻഡിക്സ് 3. ഓക്കെ ആണല്ലോ? അപ്പൻഡിക്സ് 1 എന്താണ്? Registered to be maintained by State Cooperative Union and Circle Cooperative Union. Appendix 2 എന്താണ്? Various forms. Total forms എത്ര എണ്ണമാണ്? 39 ഫോംസ് ആണുള്ളത്. അപ്പൻഡിക്സ് 3 എന്താണ്? Staff pattern of various cooperative societies. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നോക്കാം. Points to remember. കുറച്ച് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കണേ, നമ്മൾ അങ്ങ് പഠിച്ചങ്ങ് പോവാം. നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 19th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇതൊരു PSCയുടെ ഒരു പ്രീവിയസ് ചോദ്യമായിരുന്നു. കേരളത്തിൽ സഹകരണ നിയമം വന്നത് എത്രാമത്തെ റിപ്പബ്ലിക്കിലായിരുന്നു? ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക്കിലായിരുന്നു സഹകരണ നിയമം നിലവിൽ വന്നത്? 15/5/1969 KCS ആക്ട് നിലവിൽ വന്നത്. അതിന് എത്രാമത്തെ റിപ്പബ്ലിക് ആണെന്ന് ചോദിച്ചാൽ 19ാമത്തെ. ഓക്കെ ആണല്ലോ? 19ാമത്തെ റിപ്പബ്ലിക്കിലാണ് KCS ആക്ട് നിലവിൽ വന്നത്. അടുത്ത പോയിന്റ് നോക്കണേ. ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റ് അഥവാ ഈ പറയുന്ന ആദ്യത്തെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? ആദ്യത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്തത് The Minister of Corporation during the period of formation of Kerala State Cooperative Societies Act 1969. KCS ആക്ട് നിലവിൽ വന്ന എന്നാണെന്ന് അറിയാം 1969 ആ സമയത്തെ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ PR കുറുപ്പാണ്. കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത എന്നാണെന്ന് അറിയാലോ 1956 ആ സമയത്ത് സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്.
എന്നാൽ KCS ആക്ട് 1969 നിലവിൽ വരുന്ന സമയത്ത് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PR കുറുപ്പാണ്. ഓക്കെ ആണല്ലോ. നോക്കാം. The Chief Minister of Kerala during the period of formation of Kerala State Cooperative Societies Act 1969. KCS ആക്ട് നിലവിൽ വരുമ്പോൾ സഹകരണ മന്ത്രി ആരാണ്? PR കുറുപ്പാണ്. ആ സമയത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. KCS ആക്ട് 1969 നിലവിൽ വരുന്ന സമയത്ത് ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. പഠിച്ചു വെച്ചോണേ. Union Minister of Cooperation headed by Amit Shah was formed on 6th July 2021. ഇപ്പോഴത്തെ കേന്ദ്ര സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമിത് ഷായാണ്. ഓക്കെ ആണല്ലോ. അമിത് ഷായാണ് ഇപ്പോഴത്തെ കേന്ദ്ര സഹകരണ മന്ത്രി. അങ്ങനെ ഒരു വകുപ്പ് കേന്ദ്രത്തിൽ വന്നത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ 6th ജൂലൈ 2021 മുതലാണ്. ജൂലൈ 6, 2021 മുതലാണ് എവിടെ വന്നത്? കേന്ദ്രത്തിൽ ഈ പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വകുപ്പ് വന്നത്. 6th ജൂലൈ 2021. ആരാണ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ? അമിത് ഷായാണ്. ഓക്കെ ആണല്ലോ. നോക്കാം. കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എൻട്രി 32 of the second list of the 7th schedule of Indian Constitution. കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. 7th ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7ാമത്തെ ഷെഡ്യൂളിലാണ് കോർപ്പറേഷനെ പറ്റി പറയുന്നത്. സെക്കൻഡ് ലിസ്റ്റിൽ എൻട്രി നമ്പർ 32 ആയിട്ടാണ് കോർപ്പറേഷനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഭരണഘടനയിൽ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കോർപ്പറേഷൻ പറയുന്നത്? 7th ഷെഡ്യൂളാണ്. ഓർത്തു വെച്ചോണം, 7th ഷെഡ്യൂളാണ്. Registration of cooperative society is a fundamental right of a citizen as per 19(1)(c) of article. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു അധികാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആവുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 19(1)(c) പ്രകാരമാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 19(1)(c) ആണ്. രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് സിറ്റിസൺ ആസ് പെർ ആർട്ടിക്കിൾ 19(1)(c). ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇതെല്ലാം കാണാതെ പഠിച്ചു വെക്കേണ്ട, മറക്കാതെ അറിഞ്ഞിരിക്കേണ്ട, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തോട്ട് പോയാലോ. നോക്കാം. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് KCS ആക്ടിൽ ആകെ എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ആകെ എത്ര ചാപ്റ്ററുകൾ? 16 ചാപ്റ്ററുകൾ. ആകെ എത്ര ചാപ്റ്ററുകളാണ് റൂളിലുള്ളത്? 15 ചാപ്റ്ററുകൾ. KCS ആക്ടിൽ എത്ര സെക്ഷനുകളാണ് ആകെയുള്ളത്? 110 സെക്ഷനുകൾ. റൂളിൽ എത്ര റൂളുകളാണ് ആകെയുള്ളത്? 201 റൂളുകൾ. ഓക്കെ ആണല്ലോ. ഈ 110 സെക്ഷനും 16 ചാപ്റ്ററുകളിലാക്കിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 16 ചാപ്റ്ററുകൾ. ഓക്കെ ആണല്ലോ. ചാപ്റ്റർ 1 അവിടെ പ്രിലിമിനറി ആണ്. ഓക്കെ ആണല്ലോ. ചാപ്റ്റർ 1 എന്താണ്? പ്രിലിമിനറി. അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷനുകൾ 2 ഏതൊക്കെയാ? സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഓക്കെ ആണല്ലോ. ആകെ 110 സെക്ഷൻ ഉണ്ട്. അതിൽ ചാപ്റ്റർ 1 പ്രിലിമിനറിക്കകത്താണ് എന്തിനെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഓക്കെ ആണല്ലോ. സെക്ഷൻ 1 എന്തിനെ പറ്റിയാ പറയുന്നത്? സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. ഓക്കെ ആണല്ലോ. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ് അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ 1. ഷോർട്ട് ടൈറ്റിൽ എന്ന് വെച്ചാൽ എന്തുവാ? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, KCS ആക്ട്, അതാണ് അവിടെ ഷോർട്ട് ടൈറ്റിൽ. എക്സ്റ്റെൻഡ് അത് എവിടേക്കായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്? ഹോൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള, കേരളം മുഴുവനാണ് ഈ പറയുന്ന സഹകരണ നിയമം ബാധിച്ചു കിടക്കുന്നത്. കമൻസ്മെന്റ് KCS ആക്ട് നിലവിൽ വന്ന എന്നാണ് നമ്മൾ പഠിച്ചതാ. ഏത് ഡേറ്റാ? 15/5/1969.
ഓക്കെ ആണല്ലോ. അപ്പോൾ ചാപ്റ്റർ 1 കഴിഞ്ഞല്ലോ. ചാപ്റ്റർ 1 എന്തിനെ പറ്റിയാ പറയുന്നത്? സെക്ഷൻ 1 സെക്ഷൻ 2. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ് ആണെങ്കിൽ സെക്ഷൻ 2 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഡെഫിനിഷൻ ആണ്. സെക്ഷൻ 2 ഡെഫിനിഷൻ ആണ്. ഈ പറയുന്ന സഹകരണവുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ, ആ കാര്യങ്ങളെ എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2-ലാണ്. 2A അപ്പെക്സ് സൊസൈറ്റി, 2AA അസിസ്റ്റഡ് സൊസൈറ്റി, 2B ബൈലോ, 2C സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, 2D സെൻട്രൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ഡെഫിനിഷൻസ് അവിടെ പഠിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ സെക്ഷൻ 2ECCC. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. നോക്കാം. ചാപ്റ്റർ 2 വരുന്നു. ഇച്ചിരി വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2. ഓക്കെ ആണല്ലോ. ചാപ്റ്റർ 2 എന്തിനെ പറ്റിയാ പറയുന്നത്? രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആ ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന സെക്ഷനുകൾ സെക്ഷൻ 3 തൊട്ട് 15 വരെയാണ്. സെക്ഷൻ 3 മുതൽ 15 വരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 1 ഏതിനെയൊക്കെ ഉൾപ്പെടുത്തിയത്? സെക്ഷൻ 1 സെക്ഷൻ 2. സെക്ഷൻ 1 എന്തായിരുന്നു? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. സെക്ഷൻ 2 എന്തായിരുന്നു? ഡെഫിനിഷൻ. സെക്ഷൻ 2 ഡെഫിനിഷൻ. ഓക്കെ ആണല്ലോ. ചാപ്റ്റർ 2 എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി എല്ലാം പറയുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2. അതിൽ പറയുന്ന സെക്ഷനുകൾ 3 തൊട്ട് 15 വരെയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. നോക്കാം. സെക്ഷൻ 3 നമ്മൾ പറഞ്ഞു. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. സെക്ഷൻ 2 ഡെഫിനിഷൻ. സെക്ഷൻ 3 രജിസ്ട്രാർ. എന്താണ് സെക്ഷൻ 3? എന്തിനെ പറ്റിയാ പറയുന്നത്? രജിസ്ട്രാറെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 3 രജിസ്ട്രാർ. സഹകരണം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിനകത്ത് രജിസ്ട്രാറിനെ പറ്റി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? രജിസ്ട്രാർ. രജിസ്ട്രാറെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 3 ആണ്. ഓക്കെ ആണല്ലോ. നോക്കാം. രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അതൊരു ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ്. രജിസ്ട്രാറിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഓക്കെ ആണല്ലോ. രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ആണ്. ഓക്കെ ആണല്ലോ. രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1. സെക്ഷൻ 3 സബ്സെക്ഷൻ 1. ഗവൺമെന്റ് may appoint a person as register for the state. സംസ്ഥാനത്ത് ഒരു രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അത് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 1. സെക്ഷൻ 3 രജിസ്ട്രാർ ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അപ്പോയിന്റ്മെന്റ് ഓഫ് രജിസ്ട്രാർ ആണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി രജിസ്ട്രാറെ പറ്റി പറയുന്ന ഡെഫിനിഷൻ, രജിസ്ട്രാറിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 2P ആണ്. ഓർത്ത് വെച്ചോണേ. സെക്ഷൻ 2P എന്തിനെ പറ്റിയാ പറയുന്നത്? രജിസ്ട്രാറെ പറ്റിയാണ്. സെക്ഷൻ 2P രജിസ്ട്രാർ ആണ്. നോക്കാം. രജിസ്ട്രാർ ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓർത്തു വെച്ചാണേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 എന്താണ്? രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആര്? ഗവൺമെന്റ്. നോക്കണേ. He has the power to register, maintain and wind up the cooperative societies in the state. സംസ്ഥാനത്തെ ഒരു സഹകരണ സൊസൈറ്റി, ഓക്കെ ആണല്ലോ, കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് രജിസ്റ്റർ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് വൈൻഡ് അപ്പ് ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. അപ്പോൾ ഈ 3 അധികാരങ്ങളും ആർക്കാണുള്ളത്? രജിസ്ട്രാർക്കാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനും അത് രജിസ്റ്റർ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് വൈൻഡ് അപ്പ് ചെയ്യാനും, വേണ്ടി വന്നാൽ അത് വൈൻഡ് അപ്പ് ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓർത്തു വെച്ചോണേ.
ഹി ഈസ് ദ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതൊരു പരീക്ഷയുടെ ചോദ്യമായിരുന്നു. ആരാണ് ഒരു ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫ്രണ്ട്, ഗൈഡ്, ഫിലോസഫർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരെയാണ്? രജിസ്ട്രാറെയാണ്. ഓക്കെ ആണല്ലോ. രജിസ്ട്രാറെ പറ്റി പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്നാണ്? ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ സെക്ഷൻ 2P. എന്നാൽ രജിസ്ട്രാറെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 3 ആണ്. ഓക്കെ ആണേ. Interest rate of tax in Kerala and all credit societies are fixed by registrar. ഒരു ടാക്സ് എന്താണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. കേരളത്തിലെ എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ ആണല്ലോ. രജിസ്ട്രാറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അതോറിറ്റി രജിസ്ട്രാർക്കാണ്. ആ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വൈൻഡ് അപ്പ് ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അയാളുടെ ഫ്രണ്ട് എന്നും ഫിലോസഫർ എന്നും ഗൈഡ് എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? രജിസ്ട്രാറെ തന്നെയാണ്. അതുപോലെ തന്നെ ടാക്സിന്റെയും എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? രജിസ്ട്രാർ തന്നെയാണ്. പക്ഷെ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. നോക്കണേ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസിലും ഇപ്പോൾ ഫോം ചെയ്ത കേരള ബാങ്കിന്റെ കേസിലും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ അല്ല. ആരാണ്? RBI ആണ്. അപ്പോൾ അർബൻ ബാങ്കിന്റെയും കേരള ബാങ്കിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? RBI ആണ്. ആരാണ്? RBI ആണ്. പക്ഷേ ടാക്സിന്റെയും എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോയാലോ? നോക്കാം. രജിസ്ട്രാർ ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഡാഷ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഡാഷ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ചോദിച്ചാൽ ആരാണ് ആൻസർ? രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ RCS. RCS ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അതുപോലെ തന്നെ ഹി ഈസ് ദ ഒഫീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഹി ഷുഡ് ബി ആൻ IAS ഓഫീസർ. നോക്കണേ, ഒരു RCS അഥവാ രജിസ്ട്രാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അയാൾ എന്തായിരിക്കണം? ഒരു IAS ഓഫീസർ ആയിരിക്കണം. അല്ലാതെ ആരെങ്കിലും ഗവൺമെന്റ് ഒരു RCS ആയിട്ട് അപ്പോയിന്റ് ചെയ്യത്തില്ല. അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം? IAS റാങ്ക് ഉണ്ടായിരിക്കണം. IAS റാങ്ക് ഉള്ള ഒരു വ്യക്തിയെ മാത്രമാണ് ഗവൺമെന്റ് ആരായിട്ട് അപ്പോയിന്റ് ചെയ്യത്തുള്ളൂ? രജിസ്ട്രാർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ പരീക്ഷയുടെ ഒരു ചോദ്യമാണ്, രജിസ്ട്രാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? IAS ഓഫീസർ ആണ്. Registrar should be an IAS officer recommended by VL Mehta committee. നമുക്ക് ഒരുപാട് കമ്മിറ്റീസ് പഠിക്കാനുണ്ട്. ആ കമ്മിറ്റീസിന്റെ എല്ലാ റെക്കമെൻഡേഷനും പഠിക്കാനുണ്ട്. ഇപ്പോൾ RCS എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് RCSന്റെ ക്വാളിഫിക്കേഷൻ IAS ഓഫീസർ ആയിരിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? VL Mehta കമ്മിറ്റി. ആരാണ്? VL Mehta കമ്മിറ്റി. Registrar should be an IAS officer recommended by VL Mehta committee 1959-60. ഓക്കെ ആണല്ലോ. TV Subhash IAS is now the registrar of cooperative society. ഇത് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു കറണ്ട് ചോദ്യമാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് പറയുന്ന ഈ നിലവിൽ ഇപ്പോഴത്തെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? TV സുഭാഷ് IAS ആണ്. ഓക്കെ ആണല്ലോ. അത് എക്സാം അടുപ്പിച്ച് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പോഴത്തെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചാൽ TV സുഭാഷ് IAS ആണ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ്. അത് സ്ഥിരമായിട്ട് ഒരു GK പോലെ പഠിച്ചു വെക്കേണ്ട. ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സി ഗോവിന്ദ പിള്ളയാണ്. പരീക്ഷയുടെ പ്രീവിയസ് ചോദ്യമാണ്. ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സി ഗോവിന്ദ പിള്ളയാണ്. ആരാണ്? സി ഗോവിന്ദ പിള്ളയാണ്.
ടെക്നിക്കൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആരാ? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ. എന്നാൽ ടെക്നിക്കൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നറിയപ്പെടുന്നത് സെക്രട്ടറി ഓൺ കോർപ്പറേഷൻ കേരളയാണ്. ടെക്നിക്കൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നറിയപ്പെടുന്നത് സെക്രട്ടറി ഓൺ കോർപ്പറേഷൻ കേരളയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രജിസ്ട്രാർ, ടെക്നിക്കൽ ഹെഡ് സെക്രട്ടറി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. പൊളിറ്റിക്കൽ ഹെഡ് ആരാ? കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. നോക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 3 രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് അഥവാ ഒബ്ജക്റ്റീവ് ഓഫ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ ആവശ്യമായിട്ട് അതിന്റെ ഒബ്ജക്റ്റിനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് എന്തുവാ? സെക്ഷൻ 4. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റിനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 4. സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അപ്പൊ 4 സെക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ ഹെഡിങ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്. ഓക്കെ ആണല്ലോ. സെക്ഷൻ 2 ഡെഫിനിഷൻ. സെക്ഷൻ 3 രജിസ്ട്രാർ. സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് അഥവാ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ സൊസൈറ്റി. A society which has its object the promotion of economic interest of the members and public. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് പബ്ലിക്. ആ ഒരു പോയിന്റ് മാത്രം അവിടെ ഓർത്തു വെക്കാനുള്ളൂ. അപ്പൊ സെക്ഷൻ 4ന്റെ ഹെഡിങ് ഓർത്തു വെക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പർ ആൻഡ് പബ്ലിക്. ഓക്കെ ആണല്ലോ. നോക്കാം. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ഏത് ലയബിലിറ്റി പ്രകാരമായിരിക്കും? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ. അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ആണ് എന്തുവാ? സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. അതുകൊണ്ടാണ് നമ്മളിപ്പം പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ലിമിറ്റഡ് ക്ലിപ്തം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റീസിലുള്ള സൊസൈറ്റീസുകൾ മാത്രമേ എവിടെ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ? കേസസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യത്തുള്ളൂ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ സൊസൈറ്റീസ് എങ്ങനെയുള്ളതായിരിക്കണം? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ. അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ എന്താണ്? സെക്ഷൻ 5 ആണ്. ഓക്കെ ആണല്ലോ. ആസ് പെർ സെക്ഷൻ 5(2) സെക്ഷൻ 5(2) പ്രകാരം പറയുന്നത് the word limited should be used as last part of its name. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ നെയിമിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് എന്ത് ഉൾപ്പെടുത്തിയിരിക്കണം? ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 5 സബ്സെക്ഷൻ 2. സെക്ഷൻ 5 സബ്സെക്ഷൻ 2 എന്തിനെ പറ്റിയാ പറയുന്നത്? ലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പേരിന്റെ അവസാനം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം, ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 5 സബ്സെക്ഷൻ 2. ഓക്കെ ആണല്ലോ. അടുത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് ഫോം ചെയ്യണമെന്ന് വെക്കുക. നമുക്കറിയാം എന്തൊരു കാര്യം ഫോം ചെയ്യണമെങ്കിലും എന്തൊരു കാര്യം നടപ്പാക്കണമെങ്കിലും അവിടെ ഒരു കമ്മിറ്റി എന്തായാലും ഫോം ചെയ്യും. അവരാണ് ആ കാര്യങ്ങളെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. ഓക്കെ ആണല്ലോ. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. നോക്കാം.
The first committee formed for the purpose of registration is called promoters committee. The first committee, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവേണ്ട കമ്മിറ്റിയാണ് ആര്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഫോർ രജിസ്ട്രേഷൻ, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നടപടികളെല്ലാം ചെയ്യുന്നത് ആരാണ്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ്. ദ ഫസ്റ്റ് കമ്മിറ്റി ഫോംഡ്, അതിന്റെ പർപ്പസ് എന്താണ്? ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ ആണല്ലോ? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റീസിൽ പ്രധാനമായിട്ടും 3 മുതൽ 5 മെമ്പേഴ്സ് വരെ ഉണ്ടായിരിക്കാം. ചോദിച്ചിട്ടുണ്ട്, ചോദ്യമാണ്. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 to 5 മെമ്പേഴ്സ്. 3 മുതൽ 5 പേര് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ അംഗങ്ങളാവാം. ഓക്കെ ആണല്ലോ? 3 മുതൽ 5 വരെ. ഹെഡ് ഓഫ് പ്രൊമോട്ടിംഗ് കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കാൾഡ് ചീഫ് പ്രൊമോട്ടർ. 3 മുതൽ 5 മെമ്പേഴ്സ് ഉള്ള പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയുടെ മെയിൻ ആള് അഥവാ ചീഫ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചീഫ് പ്രൊമോട്ടർ ആണ്. പ്രധാനപ്പെട്ട ആള് 3 മുതൽ 5 വരെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഒരു മെയിൻ ഒരാൾ കാണുമല്ലോ, അയാളെ വിളിക്കുന്ന പേരാണ് എന്തുവാ? ചീഫ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഹെഡ് ഓഫ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ആരാണ്? ചീഫ് പ്രൊമോട്ടർ ആണ്. ഓക്കെ. ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കൺവീൻഡ് ബൈ ചീഫ് പ്രൊമോട്ടർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടെ ഉണ്ടാവുന്ന ഒരു കമ്മിറ്റിയാണ്, അവിടെ ഉണ്ടാവുന്ന ഒരു ജനറൽ ബോഡിയാണ് ഫസ്റ്റ് ജനറൽ ബോഡി, ആദ്യ പൊതുയോഗം. ഓക്കെ ആണല്ലോ? ആദ്യ പൊതുയോഗം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പൊതുയോഗം കൂടും. ആ പൊതുയോഗത്തെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ജനറൽ ബോഡി. ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്ന ആരാ? ചീഫ് പ്രൊമോട്ടർ ആണ്. ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ചീഫ് പ്രൊമോട്ടർ ആണ്. ഓക്കെ ആണല്ലോ? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി സീസ് ടു ഓപ്പറേഷൻ വെൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി കൺവീൻഡ്. ഫസ്റ്റ് ജനറൽ ബോഡി കൂടി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് അവിടെ സ്ഥാനമില്ല? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിക്ക് സ്ഥാനമില്ല. കാരണം ഫസ്റ്റ് ജനറൽ ബോഡിയിൽ പിന്നെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തി പുതിയൊരു കമ്മിറ്റിയെ ഉണ്ടാക്കും. അപ്പോ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയുടെ ആ ജോലി അവിടെ അവസാനിച്ചു. അപ്പോൾ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി സീസ് ടു ഓപ്പറേഷൻ വെൻ ഫസ്റ്റ് ജനറൽ ബോഡി കൺവീൻഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എത്ര അംഗങ്ങൾ? 3 മുതൽ 5 മെമ്പേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് കമ്മിറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്യുന്ന ഫസ്റ്റ് കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. ഹെഡ് ഓഫ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ആരാണ്? ചീഫ് പ്രൊമോട്ടർ ആണ്. ഓക്കെ ആണല്ലോ? നോക്കണേ. അടുത്തത്, നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ. ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആൻസർ ഒക്കെ ഇപ്പൊ കിട്ടും. ദ ഡേറ്റ് ആൻഡ് ഇയർ ഇൻ വിച്ച് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 came into force. KCS ആക്ട് 1969 അറിയാലോ? അതെന്നാ നിലവിൽ വന്നതെന്നാ ചോദ്യം. KCS ആക്ട് നിലവിൽ വന്ന ഡേറ്റ് ആ ചോദിച്ചേക്കുന്നത് അല്ലേ? ഡേറ്റ് ആൻഡ് ഇയർ ഇൻ വിച്ച് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് came into force എന്നാണ്. നമുക്കറിയാലോ ഡേറ്റ് 12/5 അല്ല, 14/7 അല്ല, 15/5/1969. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 15/5/1969. The employee of Apex Society are recruited by dash as per dash schedule. നമ്മൾ ഷെഡ്യൂളുകൾ 3 എണ്ണം പഠിച്ചു. അവിടെ റിക്രൂട്ട്മെന്റിനെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ഏതായിരുന്നു? ഷെഡ്യൂൾ റിക്രൂട്ട്മെന്റ് പറയുന്ന PSC റിക്രൂട്ട് ചെയ്യുന്ന ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 1 ആണ്. PSC ആണ് അത് അവിടെ അപ്പെക്സ് സൊസൈറ്റീസിലെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓർത്തു വെച്ചോണേ, അപ്പെക്സ് സൊസൈറ്റീസിലെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അതോറിറ്റി ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? PSCക്കാണ്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റീസിലെ എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആരാണ്? PSC ആണ്. ഏത് ഷെഡ്യൂൾ പ്രകാരമാണ്? ഷെഡ്യൂൾ 1 പ്രകാരമാണ്. ഓർത്തു വെച്ചോണേ. The Minister of Corporation when the Kerala Cooperative Societies Act 1969 passed. KCS Act 1969 നിലവിൽ വരുന്ന സമയത്ത് സഹകരണ മന്ത്രി ആരാണെന്നാണ് ചോദ്യം. നമുക്കെല്ലാം അറിയാം, EK നയനാർ അല്ല, ജോസഫ് മുണ്ടശ്ശേരി അല്ല, അച്യുത മേനോൻ അല്ല. ആരാണ്? KCS ആക്ട് നിലവിൽ വരുമ്പോൾ ആരാണ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ? PR കുറുപ്പാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യത്തെ KCS ആക്ട് നിലവിൽ വരുമ്പോഴുള്ള സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PR കുറുപ്പാണ്.
ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നോക്കാം. രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി is a fundamental right of citizen as per article. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ പഠിച്ചതാ? 43B അല്ല, 244 ZT അല്ല, ZK അല്ല. ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആവുന്ന ആർട്ടിക്കിൾ? 19(1)C ആണ്. ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, മനസ്സിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി is a fundamental right of citizen as per article 19(1)C ആണ്. ഓക്കെ ആണേ. A society is defined to be an apex society by dash. ഒരു സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സെക്രട്ടറി ആണോ, പ്രസിഡന്റ് ആണോ, ഗവൺമെന്റ് ആണോ, രജിസ്ട്രാർ ആണോ? നമ്മൾ അവിടെ പഠിച്ചു, സെക്ഷൻ 3 പഠിക്കുന്ന ഒരു കാര്യമാണ്. രജിസ്ട്രാർ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഡിഫൈൻ ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓക്കെ ആണല്ലോ. Dash may appoint a person to be the registrar of cooperative society for the state. കേരളത്തില് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണോ, ജനറൽ ബോഡിക്കാണോ, പ്രസിഡന്റിനാണോ, കമ്മിറ്റിക്കാണോ? ഞാൻ പറഞ്ഞതാണ്, സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ്. ഒരു ഗവൺമെന്റിനാണ് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. രജിസ്ട്രാർ ഷുഡ് ബി ഇൻ ദ റാങ്ക് ഓഫ്. ആരെയെങ്കിലും ആണോ ഗവൺമെന്റ് അവിടെ രജിസ്ട്രാർ ആക്കുന്നത്? അല്ല. രജിസ്ട്രാറിന് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ രജിസ്ട്രാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? IAS ആണോ, DIG ആണോ, IPS ആണോ, AAS ഓഫീസർ ആണോ? ഏതാണ്? രജിസ്ട്രാറിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് IAS ആണ്. ഒരു IAS റാങ്ക് ഉള്ള ഒരാൾക്ക് മാത്രമേ ആരാവാനുള്ള അധികാരമുള്ളൂ? രജിസ്ട്രാർ ആവാനുള്ള അധികാരമുള്ളൂ. ഓക്കെ ആണല്ലോ. രജിസ്ട്രാർ ഷുഡ് ബി ആൻ IAS ഓഫീസർ റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഒരു രജിസ്ട്രാറിന്റെ അതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു IAS ആയിരിക്കണം. IAS കാരനാണ് രജിസ്ട്രാർ. അങ്ങനെ പറഞ്ഞ കമ്മിറ്റി, അങ്ങനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണ്? VL മേത്തയാണോ, ശിവരാമനാണോ, AAR CSC ആണോ, AAR CRC ആണോ? ഏതാണ്? VL മേത്ത കമ്മിറ്റിയാണ്. VL മേത്ത കമ്മിറ്റിയാണ് രജിസ്ട്രാറിന്റെ റാങ്ക് IAS കാരനാവണമെന്ന് പറഞ്ഞത്. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ട്രാവങ്കൂർ സ്റ്റേറ്റ്. കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രാർ അല്ല ചോദ്യം. എന്താ ചോദ്യം? ട്രാവങ്കൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ ആണ്. ആരാണ്? നമ്മൾ പഠിച്ചതാണ്. ആരാണ്? AC ഗോവിന്ദപിള്ളയാണ്. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ട്രാവങ്കൂർ സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AC ഗോവിന്ദപിള്ളയാണ്. എന്നാൽ ഇപ്പോഴത്തെ രജിസ്ട്രാർ ആരാ? ഇപ്പോഴത്തെ രജിസ്ട്രാർ TV സുഭാഷ് ആണ്. TV സുഭാഷ് ആണ് ഇപ്പോഴത്തെ രജിസ്ട്രാർ. എന്നാൽ ട്രാവങ്കൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചാൽ AC ഗോവിന്ദപിള്ളയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് കേരള ബാങ്ക് ഈസ് ഫിക്സഡ് ബൈ. നമ്മൾ നേരത്തെ പഠിച്ചതാ, ടാക്സിന്റെയും എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണെങ്കിൽ അർബൻ ബാങ്കിന്റെയും കേരള ബാങ്കിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. RBI ആണ് കേരള ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഉത്തരവൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ദ മെയിൻ എയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ മെയിൻ എയിം എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെയിൻ എയിം എന്താണ്? പ്രൊമോഷൻ ഓഫ് വെൽത്ത് ഓഫ് മെമ്പേഴ്സ്, പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പർ ആൻഡ് പബ്ലിക്, ടു ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, നൺ ഓഫ് ദീസ്. ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. മെയിൻ എയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് പബ്ലിക്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Which section specifies the word limited should be used as a last part of its name? നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ എങ്ങനെയുള്ള സൊസൈറ്റി ആയിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീസ് ആയിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് ആ സൊസൈറ്റീസിന്റെ പേരിന്റെ അവസാനം ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5 സബ്സെക്ഷൻ 2 ആണ്. ഓർത്തു വെക്കണേ. Which section specifies the word limited should be used as
ലാസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് നെയിം ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു പദം ലാസ്റ്റ് പാർട്ടായി ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5(2) ആണ്. ഹെഡ് ഓഫ് പ്രൊമോട്ടിംഗ് കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കാൾഡ്. നമ്മൾ പറഞ്ഞു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ഉണ്ടാവുന്ന കമ്മിറ്റി ഏതാണ്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ്. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 3 മുതൽ 5 അംഗങ്ങൾ വരെയുണ്ട്. ആ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഹെഡ്? ആ ഹെഡ് ആരാണ്? അതാ കിടക്കുന്നു, ചീഫ് പ്രൊമോട്ടർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഹെഡ് ഓഫ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചീഫ് പ്രൊമോട്ടേഴ്സ് ആണ്. ഒബ്ജക്ട് ഓഫ് സൊസൈറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? ഒബ്ജക്റ്റിനെ പറ്റി പറയുന്ന സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 ഒബ്ജക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. സെക്ഷൻ 5 എന്തിനെ പറ്റിയാ പറയുന്നത്? സെക്ഷൻ 5 എന്തിനെ പറ്റിയാ പറയുന്നത്? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് സെക്ഷൻ 5-ലാണ്. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. സെക്ഷൻ 7 രജിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. എല്ലാം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. നോക്കാം. ഫോർത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ അവസാനത്തെ അല്ല, ആകെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 എണ്ണമാണ് നമുക്കറിയാം. അതിൽ 4ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ 7 പ്രിൻസിപ്പിളിൽ ഓരോ എണ്ണം വെച്ച് ചോദിക്കാറുണ്ട്. 4ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ് ഫോർത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ ആണല്ലോ. നമ്മളപ്പോൾ KCS ആക്ട് ആൻഡ് റൂളിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.